ഇന്നത്തെ അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM ഇന്റേൺഷിപ്പ് സ്കീം 2025 രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചു. യുവതി യുവാക്കളുടെ പ്രവൃത്തി പരിചയവും തൊഴിൽ വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. 10ാം ക്ലാസ് പ്ലസ് 2 യോഗ്യത പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ 21നും 24നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. മുഴുവൻ സമയ ജോലിക്കാർക്കോ മുഴുവൻ സമയ വിദ്യാർത്ഥിക്കോ ഇതിൽ ചേരാൻ സാധിക്കില്ല. എന്നാൽ ഓൺലൈൻ അല്ലെങ്കിൽ വിദൂര പഠന പ്രോഗ്രാമുകളിൽ ചേർന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. PM ഇന്റേൺഷിപ്പ് സ്കീമിന് കീഴിലുള്ള ഇന്റേൺഷിപ്പുകൾ 1 വർഷത്തേക്കായിരിക്കും. 5 വർഷത്തിനുള്ളിൽ യുവാക്കൾക്ക് 1 കോടി ഇന്റേൺഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 12 മാസത്തെ ഇന്റേൺഷിപ്പിന്റെ മുഴുവൻ കാലയളവിലേക്കും ഓരോ ഇന്റേണിനും 5000 രൂപ പ്രതിമാസം സഹായം ലഭിക്കും. അപേക്ഷാ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 12 ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTC പുതുതായി 143 ബസ്സുകൾ കൂടി ഉടൻ വാങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ബസ്സുകളാണ് വാങ്ങുക. ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന പഴയ വാഹനങ്ങൾ മാറ്റി ചെറിയ 4 സിലിണ്ടർ ബസ്സുകൾ വാങ്ങും. നിലവിൽ ലൈലാൻഡിന്റെ 27 ബസ്സുകൾക്കും ഐഷറിന്റെ 10 ബസ്സുകൾക്കും ഓർഡർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി 150 ബസ്സുകൾ വാങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 24 ലോ ഫ്ലോർ ബസ്സുകൾ ഗ്യാരേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവ അറ്റകുറ്റപ്പണി നടത്തി ഉടൻ പുറത്തിറക്കും. 143 ബസ്സുകൾ വാങ്ങുന്നതിന് നിലവിൽ ഓർഡർ നൽകിയിട്ടുണ്ട്. KSRTCയുടെ കടമുറികളുടെ വാടക ഇനത്തിൽ 1 കോടിയോളം രൂപയുടെ വർധന പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിന് നടപടിയെടുക്കാൻ CMDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ തസ്തികയിലുള്ളവരെ മറ്റു ചുമതലകളിൽ നിന്നും തിരികെ നിയോഗിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ അനുമതിയില്ലാതെ ആരെയും ലഘുജോലികൾക്ക് നിയോഗിക്കില്ല. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ അതർ ഡ്യൂട്ടി അവസാനിപ്പിക്കും. കടമുറികളുടെ വാടക ഓൺലൈൻ വഴിയാക്കും. 3 മാസത്തിനുള്ളിൽ KSRTCയെ സമ്പൂർണ്ണമായി കമ്പ്യൂട്ടർ വൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില തുടരും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനാൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം അസ്വസ്ഥതയുണ്ടാക്കുന്ന അന്തരീക്ഷത്തിന് സാധ്യതയുണ്ട്. പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ പുറത്തിറങ്ങുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സൂര്യാഘാതത്തിന് സാധ്യതയുള്ളതിനാൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അൾട്രാവയലറ്റ് ഇൻഡെക്സും കൂടുതലാണ്. ജനങ്ങൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലുലു ഗ്രൂപ്പിന് കീഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് സുവർണാവസരം. ഇടുക്കിയിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ ലുലു ഗ്രൂപ്പ് 1000-ൽ-അധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കട്ടപ്പന ഗവൺമെന്റ് കോളേജും സംയുക്തമായി മാർച്ച് 7-ന് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഫിനാൻസ്, ബിസിനസ്, സർവീസ്, ടെക്നിക്കൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലായി ഒട്ടേറെ ഒഴിവുകൾ നിലവിലുണ്ട്. SSLC, HSC, ITI, ഡിപ്ലോമ, ഡിഗ്രി, എഞ്ചിനീയറിംഗ്, PG യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം. അല്ലാത്തവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനാകും.